2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇസ്രായേലിലേക്ക് എത്തും. വലിയ വരവേൽപ്പോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയും സംഘവും തയ്യാറെടുക്കുന്നത്. എന്നാൽ മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ഇസ്രായേൽ ഒരു എക്സഗൺ അലയൻസ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇന്ത്യ ഈ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു സഖ്യം രൂപീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് തീവ്രമായ ഷിയ അച്ചുതണ്ടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും 6 വശങ്ങളുള്ള സഖ്യത്തിൽ ചേരണമെന്ന നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. പശ്ചിമേഷ്യയിലോ പരിസരത്തോ തീവ്ര എതിരാളികൾക്കെതിരെ തന്നെ കൂട്ടായി നിലകൊള്ളുന്നതിനായി തന്നെ അവിടെ സഖ്യങ്ങളുടെ എക്സഗൺ എന്ന പേരിൽ സഖ്യരാഷ്ട്രങ്ങളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നതായും തന്നെ ഇവിടെ നെതന്യാഹു വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. മോദിയുടെ ഇസ്രായേൽ ചരിത്രപരമായ സന്ദർശനത്തിനായി തന്നെ എല്ലാവരും ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു പുതിയ സഖ്യം രൂപീകരിക്കാൻ ഒരുങ്ങുന്നതും. മാത്രമല്ല ഇത് എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണിപ്പോൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നതും. അതേസമയം നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ എക്സഗൺ അലയൻസ് ആകട്ടെ പശ്ചിമേഷ്യയിലെയും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും അല്ലെങ്കിൽ ആ പരിസര രാജ്യങ്ങളുമായി തന്നെ 6 വശങ്ങളുള്ള സഖ്യമായി ഇതിനെ പ്രവർത്തിപ്പിക്കും എന്നതാണ് എടുത്തു പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നെതന്യാഹു കാണുന്ന രാജ്യങ്ങളാകട്ടെ അത് ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ്, മറ്റ് പേരിടാത്ത അറബ് രാജ്യങ്ങൾ, അതേപോലെ ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ മുന്നിൽ കാണുന്ന ആ ദർശനങ്ങളിൽ നമ്മൾ ഒരു മുഴുവൻ സംവിധാനവും സൃഷ്ടിക്കും. അടിസ്ഥാനപരമായി തന്നെ പശ്ചിമേഷ്യയിലേക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് സഖ്യങ്ങളുടെ ഒരു എക്സഗൺ അലയൻസ് അത് പൂർത്തിയായതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശം യാഥാർത്ഥ്യവും വെല്ലുവിളികളും തമ്മിലാണ്. ലക്ഷ്യങ്ങൾ എന്നിവയെ നേരിട്ട് കാണുന്ന രാഷ്ട്രങ്ങളുടെ ഒരു അച്ചുതണ്ട് സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് എന്നും റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ആക്രമിച്ച് റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെതിരെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തിക്കും, അതായത് മറ്റൊരു റാഡിക്കൽ സുന്നി അച്ചുതണ്ടായി തന്നെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഉയർന്നു വരുന്ന റാഡിക്കൽ സുന്നി അച്ചുതണ്ട് എന്തുകൊണ്ട് എന്നതാണ് ഇവിടെ, അല്ലെങ്കിൽ എന്താണ് നെതന്യാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇതിൽ പൂർണ്ണമായും തന്നെ ഇന്ത്യ തങ്ങളെ പിന്തുണയ്ക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നെതന്യാഹു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സഖ്യമാകട്ടെ വലിയ രീതിയിൽ ഒരു കാഴ്ചപ്പാടിന്, അതായത് AIECയുടെ ഒരു കാഴ്ചപ്പാടിന് സമാനമായി തന്നെ രൂപം കൊള്ളുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, അതേപോലെ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, അതേപോലെ കണക്ടിവിറ്റി അത് വളർത്തിയെടുക്കുന്നതിലൂടെ തന്നെ സാമ്പത്തിക വികസനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. അതേസമയം സമീപകാലങ്ങളിലായി തന്നെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ പോലും നേരിടാൻ ഈ സഖ്യത്തിന് സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തന്നെ നിരവധി വിഷയങ്ങളിലടക്കം ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന് മുൻപേ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി മോദിയെ പ്രിയ സുഹൃത്ത് എന്നതാണ് വിശേഷിപ്പിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവിടെ വളർന്നു വരുന്ന തന്ത്രപ്രധാനമായ ബന്ധത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരമൊരു പരാമർശം. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാവിലെ തങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിൽ പോലും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് സന്ദർശനത്തിനായി വരുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം എക്സിലൂടെ ഒരു പോസ്റ്റ് ഉൾപ്പെടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. 2 ആഗോള നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സഖ്യം എന്നതാണ് ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇന്ത്യയും കൂടുതലായി തന്നെ നവീകരണം, സുരക്ഷ, പങ്കിട്ട തന്ത്രപ്രധാനമായ കാഴ്ചപ്പാട് എന്നിവയിൽ തന്നെ കൂടുതൽ പങ്കാളികളാണ് എന്നും ഇവിടെ നെതന്യാഹു എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.